ഇന്ന് എനിക്ക് അവധിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറിനാന്ന്. കാരണം അവധി ദിവസങ്ങളിലാണ് ഇതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് കറിയൊക്കെ ഉണ്ടാക്കി നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ പറ്റുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് മീൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സവാളയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഒന്നും നാട്ടിലെ പോലെ അത്രയ്ക്കൊന്നും ഈ ചെറിയ ഉള്ളി കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മീൻകറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉരുവായിട്ട് അത് പൊട്ടി വരണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അത് മൂക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പുണ്ടാക്കാം. ഇത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കും. അല്ലാതെ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടല്ലോ, നമ്മൾ മുളക് മാത്രം ഇട്ടുള്ള അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് നന്നായിട്ട് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ വെള്ളമൊക്കെ മാറുന്ന വരെ കുറച്ച് സമയമെടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം മീൻകറി ആയതുകൊണ്ട് ഞാൻ ഇത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ചട്ടിയിൽ തന്നെ അരപ്പ് മൂപ്പിച്ചാൽ ചിലപ്പം അതിനെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് കരിഞ്ഞു പോകല്ല, ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിൽ അരപ്പൊക്കെ മൂപ്പിച്ചത്. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ അതിനകത്തേക്ക് പുളിയും ചേർത്തിട്ടുണ്ട്. ഈ പുളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം കേട്ടോ. അതെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട കടുക് പൊട്ടിക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വെന്ത് കുറച്ച് സമയം ഇത് അടപ്പൊക്കെ തുറന്നിട്ട് അതൊന്ന് അതിൻ്റെ ചാറൊന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവസാനം കറിക്കകത്തോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചോറിനാം അല്ലേ. അപ്പോൾ നമ്മൾ ചോറെടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ട്. ഇതൊരു ദിവസമൊക്കെ ഇരുന്നോടെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഉണക്കപ്പയർ തോരനാണ്, പിന്നെ പച്ചമോരുണ്ടല്ലോ അതുമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഊണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.